കാലവർഷം വീണ്ടും കനത്തു. മഴയും കാറ്റും നാശം വിതച്ചു. പാലക്കാട് മണ്ണാർക്കാട് മണലടിയിൽ വീട് തകർന്ന് പാത്തുമ്മയ്ക്ക് ജീവൻ നഷ്ടമായി. രാവിലെ 10:30-ക്കാണ് അപകടമുണ്ടായത്. നെല്ലിയാമ്പതി വില്ലേജ് ഓഫീസിന് സമീപത്ത് മരം വീണു. KCB ജീപ്പിന് മുന്നിലേക്കാണ് മരം വീണത്. ജീവനക്കാർ രക്ഷപ്പെട്ടു. കൊടുവായൂർ ഇലമന്തത്ത് മരം വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്ന് കാറിന് മുകളിലേക്ക് വീണു. സ്പെഷ്യൽ ബ്രാഞ്ച് SIയും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ലൈഫിൽ വീട് ലഭിച്ചതിനെ തുടർന്ന് താൻ താമസിക്കുന്ന വീട് പൊളിക്കാനും പുതിയ വീട് പണിയാനും പാത്തുമാവി തീരുമാനിച്ചു. അങ്ങനെ അവർ മകളുടെ വീട്ടിലേക്ക് താമസം മാറി. ഇതിനിടെ ഈ വീട് പൊളിക്കുന്ന ജോലി നോക്കാനായി എത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് പാത്തുമാവി മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷെ അപ്പോഴേക്കും അവരുടെ ജീവൻ നഷ്ടമായിരുന്നു. കണ്ണൂരിൽ നിരവധി പുഴകൾ കരകവിഞ്ഞു. കക്കാട് പുഴയ്ക്ക് സമീപമുള്ള പള്ളിപ്പുറം റോഡിൽ വെള്ളം കയറി. മയ്യഴിപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയതോടെ നദീതീരത്തുള്ള പ്രദേശങ്ങൾ വെള്ളത്തിലായി. പയ്യാവൂർ, വണ്ണായിത്തോട്, ഉളിക്കൽ, വരത്തൂർ പാലങ്ങളിൽ വെള്ളം കയറി. തളിപ്പറമ്പ് പുളിമ്പറമ്പിൽ ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ചെടുത്ത് താൽക്കാലികമായി നിർമ്മിച്ച റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചോർച്ചയുണ്ടായി. കണ്ണോപ്പറേഷനെത്തിയ രോഗികളെ ഡിസ്ചാർജ് ചെയ്തു. പന്നിയൂർ വില്ലേജ് കൂവങ്കുന്നിൽ പുഞ്ചയിൽ ജെയിംസിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. എല്ലാവരെയും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ മഴയിൽ മതിലിടിഞ്ഞ് കോളഞ്ചേരി സ്വദേശിനി സരോജിനിയുടെ വീടിന് വിള്ളൽ സംഭവിച്ചു. 2 ദിവസമായി തുടരുന്ന മഴയ്ക്ക് കണ്ണൂരിൽ ഇന്നും ശമനമില്ല. ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. കാസർഗോഡ് നീലേശ്വരത്ത് 60ഓളം വീടുകളിൽ വെള്ളം കയറി. പൊടോത്തുരുത്തിയിലാണ് വെള്ളം കയറിയത്. 3 വീട്ടുകാരെ ക്യാമ്പുകളിൽ പാർപ്പിച്ചു. കുമ്പളയിൽ ശക്തമായ കാറ്റിൽ 3 നില ബിൽഡിംഗിൽ സ്ഥാപിച്ച കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിൽ തകർന്നു വീണു. കുമ്പള ബദിയടുക്ക KSTP റോഡിലെ ഒബർല കോംപ്ലക്സ് കെട്ടിടത്തിലെ മേൽക്കൂരയാണ് തകർന്നത്. പത്തനംതിട്ട മലയാലപ്പുഴ താഴത്ത് 3 വീടുകൾക്ക് കേടുപാട് പറ്റി. വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. താഴം സ്വദേശി കൃഷ്ണൻകുട്ടി നായർക്കാണ് പരിക്ക്. താഴം നെല്ലിക്കുന്നത്ത് ഗീതാദേവിയുടെ വീടാണ്. ഇത് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. കൃഷ്ണൻകുട്ടി നായർ എന്നുള്ള ആളാണ് ഇവിടെ താമസിച്ചു വന്നത്. ഇന്നലെ വൈകുന്നേരം വീശിയടിച്ച കാറ്റിൽ ആഞ്ഞിലി മരം വീടിന്റെ ഏറെക്കുറെ മധ്യഭാഗത്തുകൂടി വീഴുകയാണ് ഉണ്ടായത്. കട്ടപ്പന വെള്ളിയാക്കുടിയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. രാമക്കൽമേട്ടിൽ തൊഴുത്തിനു മുകളിൽ മരം വീണു. ഇടുക്കിയുടെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ദേവികുളത്തും പീരുമേട്ടിലുമാണ് കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇടുക്കി ചെമ്മണ്ണാറിൽ വീടിന് മുകളിലേക്ക് കവുങ്ങുമരം ഒടിഞ്ഞു വീണ് 3 വയസ്സുകാരന് പരിക്കേറ്റു. ആറ്റിങ്ങൽ പ്ലാക്കൽ സനീഷിന്റെ മകൻ ക്രിസ്റ്റിക്കാണ് പരിക്കേറ്റത്. വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. റെഡ് അലർട്ടാണ് ജില്ലയിൽ. വയനാട്ടിൽ എവിടെ നിന്നും രൂക്ഷമായ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇടവേളകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് കോഴിക്കോട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ മലനിരകളിലാണ്. ഈ മേഖലയിൽ പലയിടത്തും 180 മില്ലിമീറ്റർ മുതൽ 200 മില്ലിമീറ്റർ വരെ മഴ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വീട് ഭാഗികമായി തകർന്നു. കൊയിലാണ്ടി സ്വദേശി ബഷീറിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. ഇരവഴിഞ്ഞി പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം വെള്ളയമ്പലം വെല്ലിംഗ്ടൺ അവന്യൂവിൽ വീടിന് മുകളിലേക്ക് മരം ചരിഞ്ഞു. ഇന്നലത്തെ കാറ്റിലും മഴയിലുമാണ് മരം വീട്ടിലേക്ക് ചാഞ്ഞത്. 10:30 ഭയങ്കരമായ ശബ്ദം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും മഴ കംപ്ലീറ്റ് ചരിഞ്ഞ് നമ്മുടെ വീടിന്റെ മുകളിലോട്ട് കിടക്കുക. ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റാണ് വില്ലൻ. ഇതുപോലെ മരങ്ങൾ കടപുഴകും. 19-ാം തീയതി വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കാറ്റിനെ കരുതിയിരിക്കുക. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.